ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേണം മൻസൂർ ചാപ്പിയുടെ വെഡ്ഡിങ് വ്ളോഗായിട്ടാണ്. നമ്മൾ അൽത്തിയുടെ വ്ളോഗ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് വെഡ്ഡിങ് വ്ളോഗ് കണ്ടുനോക്കാം. ഇതിപ്പോൾ രാവിലെയാണ്. ഫസ്റ്റ് തന്നെ ഇവിടെ മൻസൂർ ചാപ്പിയുടെ ഫ്രണ്ട്സ് കാറ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. കാറിൻ്റെ മുകളിലെന്തോ ഫ്ലവറൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇവർ. ഇങ്ങനെ യെല്ലോ കുറച്ച് കാറിന് മുകളിൽ ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പോവാനുള്ള. അതിനിപ്പോൾ അടുത്ത ആളും ചെന്നാൽ ശരിയാണോ എന്നൊക്കെ ഒന്ന് നോക്കാണ്. അതിനുശേഷം ഞാനും കസിനൊരു ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ മൻസൂർ ചാപ്പിയുടെ വീട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ഫോട്ടോഷൂട്ട് എടുക്കാണ്. അതിനുശേഷം മൻസൂർ ചാപ്പിയായിട്ടൊരു സെൽഫിക്ക് എടുത്തു. ശേഷം ഇറ്റ്സ് ഇപ്പോൾ ഇവിടെ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മൻസൂർ ചാപ്പി. പിന്നെ ആസിമാട്ടോ അവർ ക്യാമറയിൽ ഫ്രണ്ടിൽ നോക്കാൻ വേണ്ടി നാണായിട്ട് വയ്യ. അതിനുശേഷം ഇറങ്ങാൻ നേരത്തുള്ള നമ്മുടെ ദുആയൊക്കെ നടക്കാൻ പോവാണ്. അതിനുശേഷം ഐശുവായിട്ടൊരു സെൽഫിക്ക് എടുത്തു. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഉള്ളിൽ. ഇവിടെ ദുആ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ദുആയൊക്കെ കഴിഞ്ഞ ശേഷം മൻസൂർ ചാപ്പി അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് കെട്ടാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഉസ്താദുമാരുടെ അടുത്തും അതേപോലെ വലിയവരുടെ അടുത്തൊക്കെ അനുഗ്രഹം വായിച്ചുകൊണ്ടിരിക്കുന്ന സീനാണിത്. പിന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ആണ് ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ് ഇന്ന് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. കുറച്ച് പേര് മാത്രം പോകുന്നുള്ളൂ. അപ്പോൾ മൻസൂർ ചാപ്പി കാറ് കയറി കൂടെ ഫെമിയാൻ്റെയും ഷെമിനാർക്കും അതേപോലെ ആൻറ്റിയും ഉണ്ട്. പിന്നെ ആണുങ്ങളെല്ലാവരും വൈറ്റ് ആട്ടോ. അതിനുശേഷം പോവാനുള്ളവരൊക്കെ പോവാണ്. അപ്പോൾ ഇവരുടെ പുറകിൽ നമ്മളെല്ലാവരും പോവുകയാണ് കാറൊക്കെ അറേഞ്ച് ചെയ്തിട്ട്. അങ്ങനെ അവർ പോയി. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളവർ ഉള്ളവർ മുകളിലേക്ക് പോവാണ് കാറിൽ പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടുമാറിപ്പോയാ അങ്ങനെ അതിനുശേഷം ഒരു പിക്ക് കയറി എടുത്തു. അതിന് നമ്മൾ നമ്മുടെ കാറിൽ പോവാണ്. അപ്പോൾ കുഞ്ഞുമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഓവർ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിലും കുറേ കാറുണ്ട് മറ്റുള്ളവരുടെ. അതിനുശേഷം നമ്മൾ അവിടെ എത്തി, കുഞ്ഞുമ്മയുടെ വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ നിക്കാഹ് പള്ളിയുടെ അവിടെയായിരുന്നു. അങ്ങനെ അപ്പോൾ ആണുങ്ങളെല്ലാവരും പള്ളിയിലേക്ക് കയറി. മൻസൂർ ചാപ്പി ഇതേ നിൽക്കണു. അങ്ങനെ നമ്മൾ അത്യാവശ്യം പെണ്ണുങ്ങളെല്ലാവരും കുഞ്ഞുമ്മയുടെ വീട്ടിലേക്ക് പോവാണ്.
അപ്പോൾ എല്ലാവരും കൈയൊട്ട് പാട്ട് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ബ്രൈഡും ഇല്ല ഗ്രൂമും ഇല്ലാണ്ട് നമ്മളെങ്ങനെ കൈയൊട്ട വെച്ച് എല്ലാവരും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊക്കെ തന്നെ നടന്നു പോയി. അപ്പോൾ കുഞ്ഞുമ്മയുടെ അമ്മായി വരെ നമ്മളവിടെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു റോഡിൻ്റെ അവിടെ. ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. അങ്ങനെ പിന്നെ കുഞ്ഞുമ്മയുടെ വീട്ടിലെത്തി. നമ്മൾ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച ശേഷം നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കുഞ്ഞുമ്മയുടെ വീട്ടിൽ വെച്ചായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. ഇവിടെ ഓരോ സെക്ഷനായിട്ടായിരുന്നു പരിപാടി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ കുഞ്ഞുമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഭർത്താവ് പറഞ്ഞ് പരിചയപ്പെട്ടു. അതിന് ചോദിച്ചൊരു സെൽഫിയൊക്കെ എടുത്ത് അതിനിപ്പോൾ ഇതൊരു നിക്കാൻ്റെ ഒരു ചെറിയൊരു പിക്കാണ്. അതിന് പിന്നെ മത്സരച്ചാർത്തി വന്ന സീനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ അലിയന്മാർ മുഖ്യ മാലയും കൊടുക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതിനു വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു അത്. അപ്പോൾ കുഞ്ഞുമ്മയുടെ 2 ബ്രോസാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിലാണ് കൊടുക്കുന്നതിൻ്റെ ഒരു ഇതിൽ. അപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ 2 അലിയന്മാരാണ് താലി കെട്ടണ ടൈമിൽ വന്നിട്ട് വരാനും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ മനസ്സിച്ചാർക്ക് ഇത് കൊടുത്തു. അങ്ങനെ പിന്നെ കേറി വരാണ്. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഓരോ ഇങ്ങനെ പോസൊക്കെ പറഞ്ഞ് ചേച്ചി പയ്യാണ് വന്നത്. കയറി വരുന്ന ഒരു സീനാണ് കാണുന്നത്. അതിനുശേഷം വന്നു. പിന്നെ ഇനി നെക്സ്റ്റ് ആയിട്ട് മഹർ കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഫെമിയാൻറ്റി അത് മഹർ കൊടുത്തതൊക്കെ ഇട്ട് കൊടുക്കാണ് കഴുത്തിലേക്ക്. അതിന് പാല് കൊടുക്കാണ്. നമ്മുടെ സാധാ ചടങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിനുശേഷം പിന്നെ 2 പേരും സ്പ്രേ അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുശേഷം അവർ 2 പേരും മാല ഇട്ട് കൊടുത്തു. പിന്നെ അവർ ബുക്കിൽ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ അതിനുശേഷമാണ് കുഞ്ഞുമ്മയുടെ മാമ അവരെ മുമ്പിൽ കൈപിടിച്ച് കൊടുത്തത്. നമ്മൾ സാധാ ചടങ്ങുകളൊക്കെ ഞാൻ പിക്കായിട്ടാണ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അവിടെ നമ്മുടെ പെരുമ്പാവൂരുകാരുടെ പ്രത്യേകം സ്പെഷ്യലായ നെയ്ച്ചോറും ബീഫായിരുന്നു. അതിന് വന്ന വഴിക്ക് അക്കുവിന് ഒരു പിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് പോന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് കയറുന്ന ഒരു സീനാണിത്. അപ്പോൾ എലീമ കൈ പിടിച്ച് കയറ്റാണ്. അങ്ങനെ വന്ന് അവിടെ ഇരുന്നു. ഈ ടൈമിലാണ് ഇവർക്കൊരു പ്രാങ്ക് കിട്ടിയത്. കല്യാണത്തിൻ്റെ ടൈമിൽ ഇവർക്ക് പ്രാങ്ക് കൊടുക്കാൻ പറ്റാത്തതാണ് ഇപ്പോൾ കൊടുത്തു. ഷെയ്ക്കിൽ അവരുടെ ഫേസിൽ എക്സ്ചേഞ്ച് മറ്റേ എക്സ്പ്രഷൻ കണ്ട് നമുക്ക് മനസ്സിലാവും. ഷെയ്ക്കിൻ്റെ അകത്ത് ഉപ്പിട്ട് കൊടുത്തു കാശിക്കാക്ക. അതിനുശേഷം ആൻറ്റി മാറ്റി മരിയക്കുള്ള ഷെയ്ക്ക് തന്നെ കൊടുത്തു. അങ്ങനെ അവർ അതൊക്കെ കുടിച്ച ശേഷം നെക്സ്റ്റ് ആയിട്ട് ഫോട്ടോ സെക്ഷനിലേക്ക് പോയി. ബ്രൈഡിൻ്റെ വീട്ടിൽ വെച്ച് ഫോട്ടോ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ സെക്ഷൻ അപാരതയാണ് കാണപ്പെടുന്നത്. 2 പേർക്ക് നാണായിട്ട് വയ്യ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവർ 2 പേരും നാണിപ്പൊക്കെ നിന്ന് അവിടെ കുറച്ച് സിംഗിൾ പിക്സാണ്. അതിൻ്റെ ഇടയിൽ ഫാത്തിമയും റിജിനക്കായും ഫാമിലി ആയിട്ട് ഒരു പിക്ക് കൊടുത്തു.
നമ്മളെല്ലാവരും ഓരോ പിക്കൊക്കെ എടുത്തായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ സീമയിലേക്ക് പോവുകയാണ്, ഓഡിറ്റോറിയത്തിലേക്ക്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ബ്രൈഡിനെ കൊച്ചാപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇത് ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെറിയ കൊച്ചുങ്ങൾ പിടിച്ച് നിൽക്കുന്ന ഒരു സീനാണ്. അതിനുശേഷം എല്ലാവരും പിടിച്ചു അവരെ കൊണ്ടുപോയി. ആ ഒരു ക്ലിപ്പൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ നമ്മളത് മാലയും ചെയിനും പാലും കൊടുത്തിട്ട് ഒരു പിക്ക് എടുത്ത ആ ഒരു പിക്ക് എൻ്റെ കയ്യിലുള്ളൂ. ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ 4 വെറൈറ്റീസ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു. ഫ്രഷ് ജ്യൂസ് ആയിരുന്നു. അതിനുശേഷം ഓഡിറ്റോറിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ 2 ചേച്ചിമാർ ഇരിക്കുന്നുണ്ടായിരുന്നു കോവിഡ് പ്രോട്ടോക്കോളിൻ്റെതായിട്ട്. അതിനുശേഷം ഫോണിലാണ് ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അതേപോലെ കുഞ്ഞുമാരുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം വന്നവരാണുള്ളൂ. ബാക്കി ഫാമിലി വിളിച്ച ആൾക്കാരൊന്നും ഈ ടൈമിലല്ലായിരുന്നു. ഇവിടെ എല്ലാവരും അന്നേരം വർത്താനത്തിലാണ്. കൊച്ചാപ്പി രാഷ്ട്രത ഒന്നും അറിയാത്ത പോലെ പോലെ തന്നെയല്ല. അതിനുശേഷം നമ്മളെല്ലാവരും സ്റ്റേജിൽ കയറി ഒരു പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചുമ്മാ കയറി നിന്നാണ്. ഞാൻ അവിടുന്ന് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞു. ഓവർ ആളുകളില്ല. ഈ കാണുന്ന ആളുകളൊക്കെയാണ് ആ ഒരു ടൈമിലുണ്ടായിരുന്നത്. ഓരോരുത്തരും ഓരോ സൈഡിൽ വർത്താനം പറയുന്നത് ആ ഒരു ഇതൊക്കെയായിരുന്നു. സ്റ്റേജിൽ തന്നെ ചർച്ച നടക്കാൻ വീഡിയോ. പിന്നെ വെളിമാട് പിന്നുള്ളവരായിരുന്നു കോഡ് കോഡ്. ഓരോരുത്തരും ഓരോ സൈഡിൽ എന്തെങ്കിലും വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോരുത്തരും പിക്ക് കൊടുക്കാനാണ്. ഇതിൽ പിക്കൊന്നുമില്ല. ആരും അങ്ങനെ ഫോണിലൊക്കെ പിക്ക് കൊടുക്കില്ലായിരുന്നു. എല്ലാവരും കൂടെ പിക്ക് എടുക്കാൻ അതും ചെയ്യാൻ നിൽക്കുന്ന ഒരു സീനാണത് കപ്പിൾസിൻ്റെ അടുത്ത്. അങ്ങനെ അവരൊക്കെ പോന്ന ശേഷം അവർ രണ്ടുപേരും അതിനുശേഷം ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ പത്തിരി, ചപ്പാത്തി, പൊറോട്ട, അപ്പം, നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ 65, കപ്പ, മീൻകറി, സ്റ്റൂ, സലാഡ്, അങ്ങനെയുള്ള സാധാരണ ഐറ്റംസ് ഒക്കെ ആയിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും ഐശ്വര്യായിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ഇത് കപ്പിൾസാണ്. അവരവിടെ ഇരുന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തതായിരുന്നു. വേറെ ഓരോ ടൈപ്പ് ഫോട്ടോസാണ് ഇനി. പിന്നെ ഞാനും ആഷ്നായി ചുമ്മാ ഒരു സെൽഫി എടുത്തു. പിന്നെ ഇത് നമ്മുടെ ഫാമിലി പിക്സ്. പിന്നെ ഇത് കൊച്ചാപ്പിയുടെ ഫാമിലി. ഇങ്ങനെ പിന്നെ ഇനി അവരുടെ കുറച്ച് ഫോട്ടോസാണ് കാണിക്കുന്നത്. ചാപ്റ്റർ സിംഗിൾ ആയിട്ടുള്ളതും അങ്ങനെ കുറച്ചൊരു ഫോട്ടോസൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാമാരുടെ കസിൻസ് വന്നപ്പോൾ ചെറിയൊരു പിക്ചർ